പൂർക്കിരിക്കുന്ന പെണ്ണാണ്, എപ്പോഴും ദിക്റും സ്വലാത്തിലുമാണ്. പക്ഷേ ഭർത്താവെന്ന നിലയിൽ എന്നോട് അവൾ യാതൊരു കടമയും നിർവഹിക്കുന്നില്ല. അത്തരക്കാരായ സ്ത്രീകളെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് താഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിൽ അവൾ വഴിപ്പെടുന്നുണ്ട്. അതേ പ്രകാരം തന്നെ തന്റെ ഭർത്താവിനും വഴിപ്പെടുന്ന പെണ്ണ്. പടച്ച റബ്ബ് പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. കൃത്യമായി നോമ്പ് പിടിക്കുന്നു, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, കൃത്യമായി നിസ്കരിക്കുന്നു, അതേ പ്രകാരം സുന്നത്ത് നിസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, എല്ലാം നല്ല ഔറത്ത് മറച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നു. ഇതൊക്കെ എന്നിലുണ്ടല്ലോ. പക്ഷേ ഭർത്താവിനെ വേണ്ട രൂപത്തിൽ അനുസരിക്കുന്നില്ല. ഇവള് ഈ കൂട്ടത്തിൽ പെട്ടവളല്ല. വലൂദൻ സാബിറത്തുൻ ഖാനിയത്തുൻ ബിൽയസീരി മഅ സൗജിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ലവണ്ണം പ്രസവിക്കുന്ന പെണ്ണ്, അതേ പ്രകാരം ക്ഷമാശാലിയായ പെണ്ണ്, കിട്ടിയതുകൊണ്ട് പൊരുത്തപ്പെടുന്ന സ്വഭാവമുള്ളവള്, തന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുമ്പോൾ ആർത്തിയില്ലാതെ തന്റെ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കി കിട്ടിയതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, നല്ല ലജ്ജയുടെ ഉടമസ്ഥയായ പെണ്ണ്, അതെ ഇവർ സ്വർഗക്കാരികളാണ്. ഇൻ ഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമനൂ. ഭർത്താവ് പുറത്തു പോകുന്ന സമയം, വിദേശത്ത് പോകുന്ന സമയം എന്താണ് അവളുടെ സ്വഭാവം? അത് ഹഫിളത് നഫ്സഹാ വമാലഹു. എന്തു ചെയ്യുന്നു? അവളുടെ നഫ്സിന് അവൾ നല്ലവണ്ണം സംരക്ഷണം നൽകുന്നു. അതേ പ്രകാരം തന്നെ അവളുടെ ഭർത്താവിന്റെ സമ്പത്തുകൾ അവയ്ക്കും പൂർണ്ണ വിധത്തിലുള്ള സംരക്ഷണം നൽകുന്നു. സ്വർഗവതികളാകുന്ന സ്ത്രീകളുടെ അടയാളമാണത്. പറയാം, വഇൻ ഹദറ അംസകതു ലിസാനഹാ അൻഹു. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അംസകത്ത് ലിസാനഹാ അൻഹു, എന്തെങ്കിലൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സ്വഭാവമുള്ളവളല്ല. അതേ പ്രകാരം തന്നെ വേറെ ഒരു സ്ത്രീയുണ്ട്. അവൾ ഏതാണ്? വിവാഹം കഴിഞ്ഞു, ഏതാനും മക്കളുണ്ടായി, അവളുടെ യൗവനം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴേക്കും തന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ചെറിയ പൈതങ്ങളെ ഏൽപ്പിച്ചു, മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഭർത്താവ് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് നേരത്തെ മരണപ്പെടുകയാണ്. അതേസമയം അങ്ങനെയുള്ള ഒരു പെണ്ണും, അവൾ നല്ല സുന്ദരിയാണ്, നല്ല ആരോഗ്യമുള്ള പെണ്ണാണ്. വേറെ ഒരുപാട് വിവാഹ ആലോചനകൾ അവൾക്ക് വരികയാണ്. ആ സമയത്തെല്ലാം അവൾ പറഞ്ഞു, അവൾ ചിന്തിച്ചു, ഇല്ല, എന്റെ സുഖം അന്വേഷിച്ചുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ഭർത്താവിന്റെ പിന്നാലെ പോയാൽ എന്റെ ആദ്യ ഭർത്താവ് എന്നെ ഏൽപ്പിച്ചു പോയ എന്റെ പൈതങ്ങളുണ്ട്, എന്റെ മക്കളുണ്ട്, അവർ അന്യാധീനപ്പെട്ടു പോകുന്നതാണ്. അവർക്ക് എൽമു കൊടുക്കാൻ ആളില്ലാതെ വരും. അവർക്ക് രോഗമായാൽ അവരെ സംരക്ഷിക്കാൻ ആളുകൾ ഇല്ലാതെ വരും. എന്റെ മക്കൾ, അതേ, അവർ അന്യാധീനപ്പെട്ടു പോകും. അതുകൊണ്ട് എന്റെ സുഖത്തെ ഞാൻ മാറ്റിവെക്കുന്നു, എന്റെ മക്കളെ ഞാൻ ഏറ്റെടുക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഇനി എന്റെ ജീവിതകാലം മുഴുവനും. ഇല്ല, ഇനി എനിക്കൊരു ഭർത്താവിന്റെ തണല് വേണ്ട.
അങ്ങനെ ഭർത്താവിനെ ഞാൻ സ്വീകരിച്ചാൽ എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പുതിയൊരു വിവാഹത്തിന്റെ ആലോചനകൾ എമ്പാടും വരുമ്പോഴും ഈ മക്കൾക്ക് വേണ്ടി അതൊക്കെ മാറ്റിവെക്കുന്ന പെണ്ണുണ്ടല്ലോ, അവൾ സ്വർഗ്ഗക്കാരിയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇനിയോ നരകക്കാരികളാകുന്ന ചില സ്ത്രീകളുടെ അടയാളവും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ഏതാണത്? അതിൽപ്പെട്ട ഒന്നാമത്തേത് തന്നെ ബദീഅത്തുൽ ലിസാനി അലാ സൗജിഹാ, തന്റെ ഭർത്താവിനോട് അതിരുവിട്ട് സംസാരിക്കുന്ന പെണ്ണാണ്, നാക്ക് നീളമുള്ളവളാണ്, കുത്തുവാക്ക് പറയുന്നവളാണ്, ഭർത്താവിനോട് ദേഷ്യത്തോടെ കയർക്കുന്നവളാണ്. അങ്ങനെ നാവ് ഉപയോഗപ്പെടുത്തി തന്റെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്നവളാണ്. അവൾ നരകക്കാരിയായ പെണ്ണാണ്. പോരാ, അതേ പ്രകാരം തന്നെ ഇൻ ഗാബ അൻഹാ ലം തസുൻ നഫ്സഹാ, ഭർത്താവ് എങ്ങോനും വെളിയിൽ പോയാൽ അല്ലെങ്കിൽ വിദേശത്ത് പോയാൽ അവൾ അവളുടെ ശരീരത്തെ ശ്രദ്ധിക്കാറില്ല. ശരീരത്തെ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോൾ തന്റെ ഭർത്താവിനു വേണ്ടി മാത്രമുള്ള അവളുടെ ഒരു ശരീരമുണ്ട്. ആ ശരീരം മറ്റു അന്യരാകുന്ന പുരുഷന്മാരെ കാണുന്നതിനു വേണ്ടി അതൊരു കാഴ്ച പണ്ടത്തെ പോലെ പ്രദർശന വസ്തുവാക്കിയിട്ട് ആൾക്കൂട്ടങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന കല്യാണം, സൽക്കാരം, മാർക്കറ്റിംഗ്, പർച്ചേസ്, ഇങ്ങനെയൊക്കെയായി നടക്കുന്ന പെണ്ണുണ്ടല്ലോ, അതേ അവളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ അവൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് നരകക്കാരിയാണ്. അതിനോടൊപ്പം തന്നെ അവളുടെ ശരീരം, ആ ശരീരത്തിൽ സ്പർശിക്കാൻ അല്ലാഹു അനുമതി കൊടുത്ത ഏക പുരുഷനുണ്ട്. അതാരാണ്? അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവല്ലാത്ത വേറെ അന്യപുരുഷന്മാരാരെങ്കിലും അവളുടെ ശരീരത്തിൽ കൈവെക്കാൻ അവൾ അനുവദിച്ചു പോയാൽ അവളും സ്വർഗ്ഗക്കാരിയല്ല കേട്ടോ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വ ഇൻ ഹദറാ ആദതുഹു ബിലിസാനിഹാ, ഇനി ഭർത്താവ് മടങ്ങി വരികയാണ്. 2 കൊല്ലമോ 3 കൊല്ലമോ ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. എന്തോ വലിയ പ്രതീക്ഷയോടുകൂടെ എന്റെ ഭാര്യ, എന്റെ മക്കളെന്ന നിലയിൽ വീട്ടിലേക്ക് വരുന്നു. 6 മാസത്തെ ലീവുണ്ട്. പക്ഷേ 3 മാസമായപ്പോൾ തന്നെ മടുത്തു, ഞാൻ വന്നയിടത്തേക്ക് തന്നെ പോവുകയാണ്. ഇവരുടെ അരികിൽ സഹിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിലുള്ള കുത്തുവാക്കുകളാണ്, ബുദ്ധിമുട്ടിക്കലാണ്, ആ രൂപത്തിലുള്ള സ്വഭാവങ്ങളാണ്. ലീവ് ചുരുക്കിയിട്ട് അദ്ദേഹം അതാ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല.